ഇന്ന് വളരെ കുറച്ച് സമയം ഞാൻ ഇത് പറയത്തുള്ളൂ. അതിന് ശേഷം എപ്പോഴും ഇവിടെ വരുമ്പോൾ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഐ തോട്ട് കുറച്ച് സമയം വചനം പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം വർത്താനം പറയാം. അല്ലേ? നല്ല കാര്യമാണോ? അതോ ആണോ? ഇച്ചിരി മിണ്ടുന്ന നല്ല കാര്യമാണോ? കേൾക്കാവോ എന്നെ? കേൾക്കത്തില്ല എന്നെ? കേൾക്കാവോ എന്നെ? ഇയാൾക്കല്ലേലും കേൾക്കാൻ പറ്റും. പുറകിലുള്ളവരുടെ കാര്യം അയച്ച് ജേക്കബ് ചാനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, താങ്ക് യു. ജേക്കബ് ചാന് കേൾക്കാമെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടെ കേൾക്കാം. ഹല്ലേലൂയ. സോ ജോൺ ചാപ്റ്റർ 14, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. John chapter 14. I'm turning your attention to John chapter 14 verse 6. യേശു അവനോട് ഞാൻ തന്നെ, Jesus said unto him, I am the way, ഞാൻ തന്നെ വഴിയും, I am the truth, I am the life. No one cometh unto the Father but by me. മലയാളത്തില് യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അടുത്തത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ യേശു പറയുന്നു, I am the way. Secondly, I am the truth. Thirdly, I am the life. യേശു പറയുന്നു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. First day we were discussing about the way. Way means not road but the source. Hallelujah. യേശു വഴിയാന്ന് പറഞ്ഞാൽ യേശു ഇവിടെ കാണുന്ന ഒരു റോഡാന്നല്ല അർത്ഥം. യേശു വഴിയാന്ന് പറഞ്ഞാൽ യേശു ഉറവിടമാണെന്നാണ് അർത്ഥം. എല്ലാറ്റിൻ്റെയും വഴി, എല്ലാം വരുന്നത് ആ വഴിക്കാണ് എന്ന ആശയത്തിലാണ്. Secondly, yesterday we were discussing about the truth. Truth is picturized or personalized here, personified here. Truth is revealed in a personality. സത്യം ഒരു വ്യക്തിത്വത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിത്വത്തിന്റെ പേര് യേശു എന്നാണ്. യേശു സത്യം പറയും, യേശു സത്യം പറഞ്ഞേക്കാം, യേശു സത്യം പറഞ്ഞ് നമ്മെ നടത്തും. അതൊന്നുമല്ല, ജീസസ് ഈസ് ദ ട്രൂത്ത്. യേശു മാത്രമാണ് സത്യം. ചേർന്നൊന്ന് പറഞ്ഞു, യേശു മാത്രമാണ് സത്യം. അപ്പൊ യേശു പറയുന്നത് മാത്രമാണ് സത്യം. ബാക്കിയെല്ലാം അപ്പൊ എന്താണ്? ഒന്നുകിൽ ബാക്കിയെല്ലാം എന്താണ്? കള്ളമാണ്, അല്ലെങ്കിൽ ബാക്കിയെല്ലാം എന്താണ്? അർത്ഥസത്യങ്ങളാണ്, പൂർണ്ണസത്യങ്ങളല്ല. പൂർണ്ണസത്യം ആരാണ്? യേശുവാണ്. ഹല്ലേലൂയ. യേശുവാണ് പൂർണ്ണസത്യം. ചേർന്നൊന്ന് പറഞ്ഞു, യേശുവാണ് പൂർണ്ണ. ജീസസ് ഇസ് എ കംപ്ലീറ്റ് ട്രൂത്ത് ആൻഡ് ജീസസ് ഇസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഫുൾ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആരാണ്? ജീസസ് ആണ്. Hallelujah. He was the full of truth. He is the full of truth. He will be the full of truth. Hallelujah. യേശുവാണ് സത്യം. യേശുവാണ് സത്യത്തിന്റെ നിറവ്. യേശുവിലാണ് സത്യം വെളിപ്പെട്ടു വന്നത്. So before Jesus came, there was lies were spreading, but when Jesus was in this earth, he was destroying the lies and spreading the real truth. Hallelujah. Truth has the power. സത്യത്തിന് ശക്തിയുണ്ട്. സത്യത്തിന്റെ ശക്തി യേശുവിന്റെ ശക്തിയാണ്. കാരണം യേശു തന്നെയാണ് സത്യം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ സത്യം മറഞ്ഞിരിക്കത്തില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ സത്യം ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, നിങ്ങളുടെ സത്യം ഒരു വസ്തുതയല്ല, നിങ്ങളുടെ സത്യം ഒരാദർശമല്ല. യുവർ ട്രൂത്ത് ഇസ് നോട്ട് ആൻ ഐഡിയോളജി, യുവർ ട്രൂത്ത് ഇസ് നോട്ട് ആൻ ഐഡിയ, ബട്ട് യുവർ ട്രൂത്ത് ഇസ് എ പേഴ്സൺ. നോ വൺ ക്യാൻ സ്റ്റോപ്പ് ദിസ് പേഴ്സൺ, നോ വൺ ക്യാൻ ഹൈഡ് ദിസ് പേഴ്സൺ. ഹിസ് നെയിം ഇസ് ജീസസ്. യേശു എന്നാണ് ആ സത്യത്തിന്റെ പേര്. സത്യം ഒരു ആശയമല്ല, സത്യം ഒരു വസ്തുതയല്ല, സത്യം ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് സത്യം പറയാൻ പറ്റും, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് സത്യമാകാൻ പറ്റുകയില്ല. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. Maybe I can tell you the truth, but I cannot be truth. ഹല്ലേലൂയ. ബോത്ത് എൻ്റെ കയ്യിൽ സത്യമുണ്ട്, കള്ളമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സത്യം എന്ന വ്യക്തിയാകാൻ പറ്റാത്തത്. പക്ഷെ യേശുവിൽ കള്ളമില്ലാത്തത് കൊണ്ടാണ് യേശുവിന് സത്യം എന്ന വ്യക്തിയാകാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ജീസസ് ക്യാൻ ബി ട്രൂത്ത് because there is no lies in Christ. He is full of truth. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞു, full of truth. അവനിൽ സത്യത്തിന്റെ നിറവാണുള്ളത്. ഹല്ലേലൂയ. Today we are going to discuss about the life in Christ. Third one we read here, യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Third one, I am the way, I am the truth, I am the life.
തേർഡ് വൺ, ഐ ആം ദി ലൈഫ്. യേശു ജീവനാണ്. ചേർന്നൊന്ന് പറഞ്ഞു, യേശു ജീവനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതും മുമ്പേ പറഞ്ഞ പോലെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. യേശുവിൽ ജീവനുണ്ട്. യേശുവിന്റെ ജീവനെ നമുക്ക് തന്നിരിക്കുന്നു. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. There is life in Christ and he has given that life to us, life into us. This is all different from this topic. This topic emphasizes a particular idea. ഈ വാക്യം ഒരു പ്രത്യേക ആശയമാണ് പറയുന്നത്. That is, Jesus is our life. Jesus is the life. Hallelujah. Hallelujah. All this, if you go through 21st chapters of this John's Gospel, this idea, all this idea, these three things, life, way, truth, is explained in 21st chapters. From 1 to 21st, continuously it's spreading this idea. I am the way, I am the truth, I am the life. It's explained here. So the life also explained from the first verse into the last verse. This 21st chapter, from the first chapter into this 21st chapter, the idea of life is explained. 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ ജീവൻ യേശുവിലാണ്, ജീവൻ യേശുവാണ് എന്ന ചിന്തയുടെ വിശദീകരണമാണുള്ളത്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തെ ക്രോഡീകരിക്കുമ്പോൾ ഒറ്റ വാക്കിൽ, if you summarize John's gospel, you can summarize John's gospel into 3: life, again, way, truth and life. This is what I explained in John's Gospel from first chapter to 21st. 21 അധ്യായത്തിനകത്ത് യോഹന്നാൻ വിശദീകരിച്ചിരിക്കുന്നത് 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ മാർമിക രഹസ്യമാണ്. ആ മാർമിക രഹസ്യം വേറൊന്നുമല്ല, ജീവനും സത്യവും വഴിയും. ഹല്ലേലൂയ. അതാണ് 21 അധ്യായത്തിനകത്ത് വിശദീകരിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് ആ ലാസ്റ്റ് പാർട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്യുകയാണ്. യേശുവാണ് എൻ്റെ ജീവൻ. ചേർന്നൊന്ന് പറഞ്ഞു, യേശുവാണ് ജീവൻ. അത് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് യേശുവാണ് എൻ്റെ ജീവൻ എന്നുള്ളത് നമുക്ക് പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 4 നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. In him there was life. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. In him, in Jesus there was life. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായി മാറിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ യോഹന്നാൻ പറയുന്നത്. ഇൻ ഹിം ദർ വാസ് ലൈഫ്, ദാറ്റ് ലൈഫ് ബിക്കേം ദ ലൈറ്റ് ഓഫ് മാൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവനായിരുന്നു. ആ ജീവൻ യേശുവിലായിരുന്നു ഉണ്ടായിരുന്നു. ഇച്ചിരി തിയോളജിക്കലാണ്, കുറച്ച് ദൈവശാസ്ത്രപരമാണ്, പക്ഷെ നല്ലതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. So, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. In him there was life. That life became the light of man. ആ ജീവനാണ് മനുഷ്യന്റെ വെളിച്ചം. മനുഷ്യന്റെ വെളിച്ചം ഒന്ന് ചേർന്ന് പറഞ്ഞു, മനുഷ്യന്റെ വെളിച്ചം. എന്റെ വെളിച്ചം എന്ന് പറയുന്നത് പറ എന്റെ വെളിച്ചം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനാണ്. My light is Jesus' life. Hallelujah. Life of Jesus is the light of man. ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോണേ വാക്യം. In him was life. In him there was life. And the life was the light of men. And the life which is in Christ was the life of men. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവനാണ് എന്തായി മാറിയത്? മനുഷ്യന്റെ വെളിച്ചമായി മാറിയത്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത പദം എന്ന് പറഞ്ഞ്, മനുഷ്യന്റെ, നിങ്ങളുടെ വെളിച്ചം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനാണ്. നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത്, യുവർ ലൈറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ ഇതിനെ ഒന്ന് കുറെ വർഷങ്ങൾക്ക് ഒന്ന് പിടിക്കാൻ നോക്കിയതായി വാക്യത്തെ. അന്ന് ഇതെന്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി, എനിക്കിത് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറേ നാൾ ഈ വാക്യത്തിന്റെ പുറകെ നടന്നു. വളരെ അടുത്ത നാളില് ഒരു 6 മാസം മുമ്പ് ഇതെനിക്ക് പിടി തന്നപ്പോഴായി മിസ്റ്ററി മനസ്സിലാകുന്നത്. ഞാനിതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുമായിരുന്നു ഈ വാക്യത്തെ. ഇതൊരു വാക്യം, അതങ്ങനെ എത്ര വാക്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചു. I was not able to digest this verse initially.
Then it took a long time process to digest this particular life of Jesus is the light of man. മനുഷ്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനാണ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ അത് മനുഷ്യൻ, ഞാൻ പല പ്രാവശ്യം പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അത് വരാൻ വേണ്ടി ഒന്ന് പറഞ്ഞാൽ, മനുഷ്യൻ എന്റെ വെളിച്ചം എന്ന് പറയുന്നത്, ഉറക്കെ പറ, എന്റെ വെളിച്ചം എന്ന് പറയുന്നത് യേശു. സംഭരണം മനസ്സിലായത്? എന്റെ വെളിച്ചം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ്, അതാണ് ഈ ഏദനിൽ ആദത്തിന്റെ മേൽ പ്രവേശിച്ചത്. അപ്പൊ ഈ ആദത്തെ മണ്ണിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചിട്ട് ആദത്തിന്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കയറുകയാണ്. അത് ദൈവത്തിന്റെ ശ്വാസത്തിലൂടെയാണ് വരുന്നത്. The first man, when Adam was created, God was breathing. God spread his breath on his nostrils. You know what happened? He was receiving the life of God. ആദത്തിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ, ഗോഡ്സ് ബ്രെത്ത് ആദത്തിന്റെ മൂക്കിൽ വന്നപ്പോൾ, ആ ബ്രെത്ത് എന്താ ഉണ്ടാക്കിയത്? അത് ആദത്തിൽ കൊണ്ടുവന്നത് ദൈവിക ജീവനെയാണ്. ഹല്ലേലൂയ. അതായിരുന്നു ആദത്തിന്റെ വെളിച്ചം. ആദത്തിന്റെ വെളിച്ചവും ആദത്തിന് പുറത്തുള്ള വെളിച്ചവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓ ഹല്ലേലൂയ. ഒരാൾ മുനിഞ്ഞു വന്നേ, ഒന്ന് പറയട്ടെ. ആദത്തിന്റെ വെളിച്ചവും, ആദത്തിന് നടക്കാൻ ഒരു വെളിച്ചം വേണം, അല്ലെ? ആദത്തിന് നടക്കാൻ ഒരു വെളിച്ചം വേണം. അതിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ടോർച്ച്, അല്ലേ? ലൈറ്റ്. അത് നമ്മൾ ഒന്ന് ലൈറ്റ് അടിച്ചു നോക്കിയാൽ ഒന്ന്, ഇത് ലൈറ്റ് ആയിട്ട് ഇതല്ല ഇവിടെ പറയുന്നത്. ആദത്തിന് നടക്കാൻ വേണ്ടി ഇരുട്ടില് ഒരു വെളിച്ചം വേണം. If Adam is in the darkness, he need a torch to walk, right? That is not mentioned here. ആദത്തിന് നടക്കാൻ ഒരു വെളിച്ചം വേണം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആദത്തിൽ ഒരു വെളിച്ചം വേണം. പേനെടുത്തോ. ഓ പിന്നെ ഹല്ലേലൂയ. ആദത്തിന് ഉള്ളിൽ ഒരു വെളിച്ചം വേണം. Adam, the first man need a light in himself. It's not talking about the light he need to walk in his ways. Of course, when you go through darkness, you need light. That is not explained here. Adam himself need a light. ആദത്തിൽ തന്നെ ഒരു വെളിച്ചം വേണം. ആ ആദത്തിലെ വെളിച്ചമാണ് യേശുവിന്റെ ജീവൻ. ഓ കിട്ടിയില്ല. ഇല്ല, ഒന്നുകൂടെ പറയാം. ഈ പേഴ്സണാലിറ്റിക്ക്, ഇവിടെയാണ് പേഴ്സണാലിറ്റിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ബിഹൈൻഡ് എവറി ട്രൂ ജെനുവിൻ പേഴ്സണാലിറ്റി, ഒരു പേഴ്സന്റെ പേഴ്സണാലിറ്റിക്ക് പിന്നിൽ ഈ എൻലൈറ്റ്മെന്റ് വേണം. ഈ സ്പിരിറ്റില് ഈ ലൈറ്റിംഗ് ഉണ്ടാവണം. ലൈറ്റ്, അതുകൊണ്ടാണ് പറയുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. The true light which lighteth everyone, അല്ലെ? Every man was coming into this world. അത് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക, ആ ലൈഫ് ഓഫ് ജീസസ് വാസ് ദ ലൈറ്റ് ഓഫ് മാൻ. അപ്പൊ എന്റെ വെളിച്ചം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, എന്നെ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കുകയല്ല. ഓ ഹല്ലേലൂയ. ഇപ്പൊ അത് കിട്ടുന്ന, those who are worshiping me, they won't be in darkness because my life itself is the life. My life itself is the light in them. അവരിൽ എന്റെ ജീവൻ, അവരിൽ വെളിച്ചമാണ്. അതുകൊണ്ട് അവർക്ക് ഇരുട്ടിൽ നടക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. കരമടിച്ചെന്ന് യേശുവിന് ആരാധന. യേശു പറയാം, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടി നടക്കുകയില്ല. ഇത് കിട്ടാണ്ട് നമുക്ക് ഈ ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. ലൈഫ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, എന്റെ ജീവിതം കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാണ് ഈ ലോക ജീവിതം. എന്നാൽ യേശുവിന്റെ ജീവിതം കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. What is the difference between my life and Christian life? Christian life is the life I am living under my life or with my life. But Christian life is totally different from this natural life. Christian life is you are living a life with his life. അവന്റെ ജീവനെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഓ ഹല്ലേലൂയ. എന്നതാ ഇനി ജീവിതം? എന്റെ ജീവനെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന ആ ജീവിതം എന്നതാ ക്രിസ്തീയ ജീവിതം. യേശുവിന്റെ ജീവനെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതാ യേശു ജോൺ 10 വരുമ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ജീവനെ തരും, ഞാൻ നല്ല ഇടയനാകും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ I am the good shepherd who spare his life for the sheep. I am the good shepherd who was supplying the needs of the sheep. Of course, that shepherd is more than enough to supply the needs of the sheep. But that's not explained here. That was not the subject which is explained there. Then what is explained? I am the good shepherd. Why I am the good shepherd? No other shepherds can give the life for the sheep. ഹല്ലേലൂയ. ഞാനും വെള്ളം കൊടുക്കുന്നുണ്ടോ, പച്ചയായ പുൽപ്പുറത്തിലോട്ട് ഇവരെ നയിക്കുന്നുണ്ടോ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ കൊണ്ടുപോകുന്നുണ്ടോ അല്ല ഞാൻ നല്ല ഇടയനാകുന്നേ. അതെല്ലാം എല്ലാ ഇടയന്മാർക്കും പറ്റും. ഹലോ, ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാകുന്നത്, ഞാൻ എന്റെ ആടുകൾക്ക് എന്ത് കൊടുക്കുന്നു? എന്റെ ജീവനെ കൊടുക്കുന്നു. വായിച്ചോ മോനെ ആ വാക്ക്. ഞാൻ നല്ല ഇടയൻ. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിന്റെ 14 വചനം. ജോൺ 10:14. ഞാൻ നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ, പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അതല്ല, ഞാൻ നല്ല ഇടയനാകും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. എത്രാമത്തെ വാക്യം? 15. John 10:15. Hallelujah. It says, I am the good shepherd who gives the life. Hallelujah. ഇതാണ് യേശു എന്ന ഇടയൻ നിസ്തുല്യനാകുന്നത്. അയ്യോ, വയറ് നിറച്ച് വെള്ളം തരുന്നുണ്ടോ പറഞ്ഞേ? വയറ് നിറച്ച് വെള്ളം, അതൊക്കെ എവിടെയും കിട്ടും. അതൊക്കെ ഓഫറിൽ പെട്ട കാര്യങ്ങളാ. ഹല്ലേലൂയ. അതൊക്കെ എവിടെയും കിട്ടും. അതിപ്പോ യേശുവിന്റെ അടുക്ക് പറഞ്ഞതൊന്നുമില്ല. Why Christianity is unique? Not because you will receive all the physical blessings through Christ. Of course, physical blessings are there in Christ. But the uniqueness of Christianity is not based on the physical prosperity. Hallelujah. Uniqueness of Christianity, the shepherd of Christianity, or the shepherd here for us, that shepherd who was spare his life for the sheep. ആടുകൾക്ക് വേണ്ടി. ഭൗതിക അനുഗ്രഹമല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ മുഖമുദ്ര. കാരണം ഭൗതിക അനുഗ്രഹത്തിന് ക്രിസ്ത്യാനിയൊന്നും ആകണമെന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ക്രിസ്ത്യാനികളൊന്നും അല്ല. ഹലോ, ഇന്ത്യയിലെ ഒരു കോടീശ്വരനും ക്രിസ്ത്യാനിയല്ല. അപ്പൊ ക്രിസ്ത്യാനിത്വം ഒന്നും അല്ല ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റിയുടെ അടിസ്ഥാനമൊന്നും. എന്തുകൊണ്ടാണ് ക്രിസ്തീയത നിസ്തുല്യമാകുന്നത്? ക്രിസ്തീയത നിസ്തുല്യമാകുന്നത് ഇവിടെ ക്രിസ്ത്യാനികൾ പറയുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ യേശു തന്റെ ജീവനെ തന്നിട്ട് ആ ജീവനെ കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ വിതൗട്ട് റിസീവിംഗ് ദിസ് ലൈഫ് it is impossible to live this Christian life, because Christian life is Christ's life. See that Christian life, what is that? Christ's life. Christian means what? Christ's life. Living a life under Christ's life. യേശുവിന്റെ ജീവനെ കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് നമുക്ക് പല വാക്യങ്ങളും വായിച്ചിട്ട് ഇതെങ്ങനെയാ സാധിക്കുന്നത്, ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. പറ്റിയല്ല, ജീവനെ സ്വീകരിക്കാണ്ട് പറ്റൂല. കാരണം ഈ ജീവനെ കൊണ്ട് ഈ ജീവിതം ജീവിക്കാൻ പറ്റൂ. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ച് കുലുക്കി വെച്ച് പറ, ഈ ജീവനെ കൊണ്ട് ഈ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. You may be struggling to be a Christian today. Why you are struggling? Oh, that holiness. Oh, hallelujah. I can't obtain that holiness. I tried my level best to live like according to the Bible, but I fail in most of the areas. Why you fail? You need to understand. Only you can live the biblical life through receiving the life of Christ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക്. ഹല്ലേലൂയ. അത് ജോണിലല്ലേ, John 15 അത് പറയുന്നുണ്ട്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക്. യോഹന്നാൻ 15 യേശു പറയുക, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ പറ്റാത്ത പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും I am the true vine, you are the branches. Unless you abide in me, you cannot be fruitful.
Hallelujah. So a Christian life, most of us we are trying our level best to be a Christian, but we need to understand only by receiving the life of Christ you can be a Christian. Hallelujah. ഞാൻ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ക്രിസ്ത്യാനിയാകണം. ഇവിടെ പറയുന്നു സൗമ്യത ഉണ്ടാകണമെന്ന്. എന്താ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, എന്താ സൗമ്യ. എനിക്കാണ് ഈ സൂത്രം ഒട്ടും ഉണ്ടാകുന്നുമില്ല, പണ്ടാരം ഇതിനെ എങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കുക. സൗമ്യത ഉണ്ടാകണമെന്ന് ബൈബിളിൽ പറയുന്നു. So I was trying my level best to be meek, because it is written, meek shall inherit the earth. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുന്ന എഴുതിയിരിക്കുന്നു. So from morning till evening I am trying my level best to be meek, but I fail. ഞാൻ പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? സൗമ്യത ഉണ്ടാക്കേണ്ടിയതല്ല, ഉണ്ടാകേണ്ടിയതാ. എവിടുന്ന്? യേശുവിന്റെ ജീവനാൽ എന്നിൽ വെളിപ്പെടേണ്ടിയതാ. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. എന്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം തിരിച്ചറിയുക. ക്രിസ്തീയ ജീവിതം തിരിച്ചറിയുക. ക്രിസ്തുവിന്റെ ജീവനെ കൊണ്ടല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. Without the life of Christ. Oh, hallelujah. അതുകൊണ്ടാണ് യേശു പറയുന്നത്, the life of Christ became the light of man. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് യേശു പറയുമ്പോൾ യേശു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്, the life of Christ became the light of man, that lighteth every man. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായി മനുഷ്യനിൽ കയറിയത് യേശുവിന്റെ ജീവനാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നു? ഒന്നുകൂടെ മിണ്ടിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ചേർന്ന് പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇന്നലെ നമ്മൾ വായിച്ച അല്ലേ, the light was coming into this world. What is the light? The light which lighteth every man was coming into this world. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വന്നുകൊണ്ടിരുന്ന വെളിച്ചം ഏതാ? യേശുവിന്റെ ജീവൻ. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവിന്റെ ജീവൻ. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും, ഹല്ലേലൂയ, ഏതു മനുഷ്യനെയും, എവ്രി മാൻ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, verse 9. 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് ഫോമില്, ഏത് രൂപത്തില് പറയടോ സാറേ? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് രൂപത്തില്? യേശുവിന്റെ ജീവന്റെ രൂപത്തില്. അതാ തൊട്ടതാണ് നമ്മൾ കണ്ടത്. എന്താണ് മനുഷ്യന്റെ വെളിച്ചം? പരബ്രതരെ ഉറക്കെ, എന്താ മനുഷ്യന്റെ വെളിച്ചം? അപ്പം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ആരാ ഇറങ്ങി വന്നേ? അപ്പൊ നമ്മൾ വിചാരിച്ചു എവിടുന്നോണ്ട് ഒരു സൂര്യനെ എങ്ങാണ്ട് താഴോട്ട് ഇറക്കി വിടുന്ന കാര്യങ്ങൾ. സൂര്യനൊന്നും അല്ല, സൂര്യനെ നിർമ്മിച്ചവനെയാ അവിടെ പറയുന്നേ. ഹല്ലേലൂയ. സൂര്യനെ ഇതേത് മനുഷ്യനെ പ്രകാശിപ്പിക്കും. നിങ്ങൾക്കിനി ഇരുട്ടി നടക്കാൻ പറ്റില്ല, നിങ്ങൾക്കിനി അന്ധകാരത്തിലായിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. That's why I believe and I preach with full boldness. ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് ഈ ചെറുപ്പത്തിൽ വേറെ പരിപാടിയൊന്നുമില്ലേ? ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് വേറെ ഇതുപോലൊരു മാർഗം എവിടെയുണ്ട്? ഏതവനെയും കൊണ്ടുപോവാ പ്രകാശിപ്പിക്കാന്ന് പറയുന്ന വേറൊരു മാർഗം പറഞ്ഞതാ, ഞാൻ അത് പ്രസംഗിക്കാം. ഹല്ലേലൂയ. Where else it is written, lighteth which lighteth every light which is lighteth every man. Nowhere it is written, no matter which religion you belongs to, no matter which caste you belongs to, this light is able to light up you. ഈ വെളിച്ചം ധാരാളം മതിയായതാണ് നിന്നെ പ്രകാശിപ്പിക്കാൻ. കാരണം ഇത് കേവലം വെളിച്ചമല്ല, ഇത് യേശുവിന്റെ ജീവനാണ്. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഇത് യേശുവിന്റെ ജീവനാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് നടക്കാന്, ഹല്ലേലൂയ, ചിൽഡ്രൻ ഓഫ് ഗോഡിന് നടക്കാന്, ഇപ്പൊ ഒരാൾ പറയാം, നിന്റെ ലൈറ്റ് അല്ല ഞാൻ അങ്ങ് ഓഫ് ചെയ്യൂടാ, പോയി തരത്തി പോയി കളിക്കടാ, എന്റെ ലൈറ്റ് എന്നിൽ തന്നെയാ. I am not the person receiving from external and living internally. No.
I am receiving from inside of me. ഞാൻ എന്നിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നു. ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആണ്. ഞാൻ സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. ഹല്ലേലൂയ. കാരണം എനിക്ക് പുറത്തുനിന്ന് ഒരു പവർ വേണ്ട ലൈറ്റ് വരാൻ. എന്നിൽ തന്നെ ലൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോഴും പോസിറ്റീവ് ന്യൂസ് കേൾക്കുമ്പോഴും നിങ്ങളുടെ മുഖം ഒരുപോലെ ഇരിക്കുന്നത്. കാരണം അവിടെ ലൈറ്റ് ഓഫ് ചെയ്താലും കൊള്ളാം, അവർ ലൈറ്റ് ഇട്ടാലും കൊള്ളാം. I will be the same. I never be, hallelujah, ashamed. ഞാൻ ഒരിക്കലും ജീസസ് സ്വീകരിക്കാൻ തുടങ്ങിക്കേ. ഇന്ന് ഈ ഒരൊറ്റ പദം മതി കേട്ടോ. ഈ ഒരൊറ്റ പദം മതി വിജയത്തിന്. ലോകത്തിലേക്ക് വന്ന വെളിച്ചം, അത് മനുഷ്യന്റെ ജീവൻ. അപ്പം first chapter onwards, the gospel writer John is starting explaining the mysterious truth, what he was going to explain in 14th chapter. 14ാം അധ്യായത്തിൽ വിശദീകരിക്കാൻ പോകുന്ന മാർമിക രഹസ്യത്തെ എവിടെയേ തുടങ്ങി? 1ാം അധ്യായത്തിലേ തുടങ്ങി. എന്നാ? ലൈഫ്. യേശു എന്നാക്കിയ? ജീവനാണ്, സത്യമാണ്, പിന്നെ വഴിയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കേൾക്കുക യേശു ജീവനാണ്. ആ ജീവനാന്ന് പറയുമ്പോ പറയുക, യേശു ജീവനാണെന്ന് പറയുമ്പോ, യേശു എന്റെ ജീവനാണ് എന്ന് പറയുന്നതിന് മുമ്പേ പറയണം, യേശു ആണ് ജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഇവിടെ യോഹന്നാൻ ആദ്യമേ പറയുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ജോൺ 1:4 നമ്മൾ കണ്ടു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായി മാറിയത്. എവിടെയാ അത് പ്രകാശിച്ചത്? വെളിച്ചമോ ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല. Hallelujah. Verse 5, 5ാമത്തെ വാക്യം. And the light shineth in darkness, and darkness comprehended it not. Hallelujah. ഇരുട്ടിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ പറ്റിയില്ല. എവിടുത്തെ ഇരുട്ടിന്റെ കാര്യമാണ് പറയുന്നത്? എന്നിലുള്ള ഇരുട്ട്. Hallelujah. മനുഷ്യന്റെ ഉള്ളിലുള്ള ഇരുട്ടിന് ഈ വെളിച്ചത്തിന്റെ ശക്തിയെ പിടിച്ചടക്കാൻ പറ്റിയില്ല, പറ്റത്തുമില്ല. യേശുവിന്റെ നാമത്തിൽ. കിട്ടിയത് എന്റെ കൂടെ വന്നേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ ആരാധന എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നോക്കൂ വചനത്തിന്റെ സ്റ്റൈല്, ആ വചനത്തിന്റെ എക്സ്പ്ലനേഷൻ നോക്ക്. ഹല്ലേലൂയ. The light നമ്മളിലുള്ള the light in you is the life of Christ. Then it is explained, you were under the darkness and darkness cannot be comprehended over this light. Hallelujah. Darkness can't prevail over this light because this light contains the life of Christ. യേശുവിന്റെ ജീവനെ പിടിച്ചു നിർത്താൻ ഇരുട്ടിന് കഴിഞ്ഞില്ല. കാരണം നമ്മിലെ വെളിച്ചത്തെ, എന്നിലും നിന്നിലും പ്രകാശിക്കുന്ന വെളിച്ചത്തെ പിടിച്ചടക്കാൻ ഒരു ഇരുട്ടിനും കഴിയുകയില്ല. കാരണം വെളിച്ചത്തിന്റെ പിന്നിൽ ഒരുവന്റെ ജീവനുണ്ട്. ഒരുവന്റെ ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച്, ഒരുവന്റെ ജീവനുണ്ട്. തുടങ്ങട്ടെ അത് എന്നിലെ ഇരുട്ടും. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് റിയൽ ഫൈറ്റ്. ഇവിടെയാണ് റിയൽ ഫൈറ്റ്. There you will see the real fight. Hallelujah. എൻ്റെ ഉള്ളിലുള്ള ഡാർക്ക്നെസ്സും എൻ്റെ ഉള്ളിൽ വന്ന ലൈറ്റും തമ്മിലുള്ള ഫൈറ്റ് ആണ്. Hallelujah. ഇന്ന് എൻ്റെ അകത്ത് നടക്കുന്നത്. എന്നിട്ട് ഇവിടെ വചനം ഉറപ്പ് തരികയാണ്, ഏതിനെ തോൽപ്പിക്കും? ഇരുട്ടിനെ ഏത് തോൽപ്പിക്കും? വെളിച്ചം. വചനം ഉറപ്പ് തരുന്നു. Verse 5 വായിക്കുമോനെ. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. അസൂയ തോൽക്കും. അസൂയ എൻ്റെ ഉള്ളിലുള്ള ഇരുട്ട്. ഹലോ, അസൂയ തോക്കും, ഞാൻ വിജയിക്കും. കോപം തോക്കും, ഞാൻ വിജയിക്കും. ഹല്ലേലൂയ. ഭിന്നത തോൽക്കും, ഞാൻ വിജയിക്കും. സംശയം തോൽക്കും, ഞാൻ വിജയിക്കും. കാമം തോൽക്കും, ഞാൻ വിജയിക്കും. ക്രോധം തോൽക്കും, ഞാൻ വിജയിക്കും. ഇന്ന് ഉറപ്പിച്ചൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇതാ സഹോദരങ്ങളെ നമ്മെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളയാളാ, ഞാൻ എടുത്തുചാട്ടക്കാരനാ. എല്ലാം ശരിയാ സഹോദര, എല്ലാം ശരി, എല്ലാവരും ഇങ്ങനെയൊക്കെയാ. എനിക്കങ്ങ് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ടൈലൊക്കെ തല്ലിപ്പൊടിക്കും. നീ തല്ലിപ്പൊടിച്ചിട്ട് നീ തന്നെ പുതിയ ടൈലിടും, അല്ലാണ്ട് എന്താ ഇവിടെ വേറെ ആരും നിന്റെ പുറകെ ടൈലും കൊണ്ടൊന്നും നടക്കാനില്ല. ഞാൻ ഇങ്ങനെയാ. എൻ്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മൂമ്മ ഇങ്ങനെയായിരുന്നു. ആട്ടെന്നില്ലേ? ഇരുട്ട് പിടിച്ചടക്കത്തില്ല സഹോദര ക്രിസ്തീയ ജീവിതത്തിൽ. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ കോപിഷ്ടനോ കോപാക്രാന്തനോ ക്ഷിത്രകോപിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, വെളിച്ചം കയറി അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ,
ഇരുട്ട് അതിനെ പിടിച്ചടക്കും നല്ല എഴുതിയിരിക്കുന്നേ. ഇരുട്ടിനെ പിടിച്ചടക്കും. എന്ത്? സത്യ വെളിച്ചം. കാരണം വെളിച്ചത്തിന്റെ പുറകിൽ ആരുണ്ട്? ഒരു ലൈഫ് ഉണ്ട്. അതാരുടെ ലൈഫാ? യേശുവിന്റെ ജീവനാ. Maybe you will say, I am short-tempered, I am like this, I was like this, and I can be like this, I cannot be like that. But the moment you realize behind this light there is his life, that life, you know what that life do in us? Light is lighting us, enlightening us, lighteth in every man. So the result is written in verse 5. Hallelujah. Darkness cannot comprehend it, cannot be overtaken by the light. So the light took the final victory, and I am here as victorious. What it proves? It proves you cannot be a failure. Why? Because God is in your side. The life of Christ is in your side. Life of Christ is in you. എന്നിൽ ദൈവത്തിന്റെ ജീവൻ യേശുവിലൂടെ വന്നിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, എന്നിൽ ദൈവത്തിന്റെ ജീവൻ യേശുവിലൂടെ വന്നിരിക്കുന്നു. കരമുയർത്തി എന്ന് പറഞ്ഞു, എന്നിൽ ദൈവത്തിന്റെ ജീവൻ യേശുവിലൂടെ വന്നിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞു, എന്നിൽ ദൈവത്തിന്റെ ജീവൻ യേശുവിലൂടെ വന്നിരിക്കുന്നു. അതിനെ പിടിച്ചടക്കാൻ ഇരുട്ടിന് കഴിയുകയില്ല. Through Christ, the life of God, the very life of, oh hallelujah. If you would like to study in a detailed manner, let me explain the Zoe life. Zoe life is the word Zoe means divine life. That divine life, hallelujah. Yesterday we were discussing about the truth, aletheia means mysterious truth. Truth, it is, in Greek, truth is always aletheia. Aletheia means mysterious truth. അലീത്തിയ എന്ന ഗ്രീക്ക് വാക്ക് സത്യത്തിന്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാർമിക സത്യം എന്നാണ്. ഇവിടെ രണ്ടാമത്തേത് നമ്മളിപ്പോ വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്ന ലൈഫ് എന്ന് പറയുന്നത് ഞാൻ 80 ദിവസം ജീവിച്ച് തീർത്ത ലൈഫ് അല്ല. അതേ നമുക്കറിയത്തുള്ളൂ. ഹലോ, ഒന്ന് മിണ്ടിക്കേ. പോയടാ, പോയി, അയ്യോ അവര് പോയി, ഇങ്ങനെ പറയുന്ന ഈ ജീവനെ നമുക്കറിയത്തുള്ളൂ. ഇവിടെ പറയുന്ന ജീവൻ ഇതല്ല. 80 കൊല്ലം ജീവിക്കാൻ എടുത്ത ചാർജില്ലേ, ആ ചാർജിന്റെ ഉറവിടമില്ലേ? ഹല്ലേലൂയ. അതിനെയാ പറയുന്നത് സോയെ ലൈഫ്. ആ ദൈവത്തിന്റെ ജീവൻ, അനന്ത ജീവൻ, ആവശ്യമില്ലാത്ത ജീവൻ, ഇനി ഇടയ്ക്ക് റീചാർജിന്റെ ആവശ്യമില്ലാത്ത ജീവൻ. ഹല്ലേലൂയ. നിത്യ ജീവൻ. ഓ, ഒന്ന് പറഞ്ഞു സ്വീകരിച്ചേ. സോയെ ലൈഫ്. ആ ലൈഫാ യേശു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. What a wonderful Christian life is this. എന്തൊരു മധുരകരമായ ജീവിതം, എന്തൊരു മാധുര്യ ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം സഹോദരങ്ങളെ. ഇങ്ങനെ പറഞ്ഞു ഫസ്റ്റ് പാർട്ട് ഞാൻ അവസാനിപ്പിക്കാം. സോ യേശുവാണ് വഴി, യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, യേശു തന്റെ ജീവനെ നമുക്ക് തരുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഹി ഹിംസെൽഫ്, യേശു തന്നെത്താനാണ് എന്ത്? ജീവൻ. ആ ജീവനാണ് യേശു വഴിയായി നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കെന്നല്ല, ഏത് മനുഷ്യനെയും. ഓ, ഒന്ന് പറഞ്ഞു, എവ്രി മാൻ, ഏത് മനുഷ്യനിലേക്കും വന്നിരിക്കുന്നത് ആ ജീവനാണ്. ആ ജീവനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഓ, ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഈ ജീവനിൽ നിങ്ങൾ ജയാളിയാണ്. ഈ ജീവനിൽ നിങ്ങൾ പോകുന്നിടത്ത് പരാജയപ്പെടുകയില്ല. ഈ ജീവൻ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് തോൽവി അറിയാൻ പറ്റുകയില്ല. ഈ ജീവൻ കൊണ്ടുപോകുന്ന നിങ്ങൾ പാട്ടുപോകയില്ല, നിങ്ങൾ ഭാരപ്പെടുകയില്ല, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കും, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഓ, നിങ്ങൾ താഴ്ച പ്രാപിക്കുകയില്ല. ഓ ഹല്ലേലൂയ. യു ക്യാൻ ബി പ്രോസ്പർ ദ വേ യു ചൂസ് ടു ബി. നിങ്ങൾ ആശിക്കുന്ന പോലെ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. കാരണം ആ ജീവനാണ് നമ്മിൽ വന്നിരിക്കുന്നത്. കരമടിച്ച് യേശുവിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അദ്ദേഹത്തിന്റെ 26-ാമത്തെ വാക്യം, ജോൺ 5:26. പിതാവിന് തന്നിൽ തന്നെ നദികൾ ഒഴുകും. ഇത് തന്നെ ഇവിടെയും പറയുന്നത്. യേശു അവരോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഇത് എപ്പോഴും തരണം. കർത്താവ് പറഞ്ഞു, വേണ്ട, നിങ്ങൾക്കിനി വിശക്കത്തില്ല. ഓ ഹല്ലേലൂയ.
ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഇവിടെ വെളിപ്പെട്ടിരിക്കും. ഇനി വിശപ്പില്ല. ഐ ഹാവ് ഫൗണ്ട് മൈൻ. എൻ്റേത് ഞാൻ കണ്ടെത്തി. എനിക്കിനി വിശപ്പില്ല. ഓ ഹല്ലേലൂയ. ഇനി ഒന്നിനും എന്നെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. ഓ ഹല്ലേലൂയ. എൻ്റെ ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തി. ഞാൻ എത്തേണ്ടിയ സ്ഥലത്ത് ഞാൻ എത്തി. ഇനി എനിക്ക് വിശപ്പില്ല. ഇനി എനിക്ക് ഇനി ഒന്നും ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇതിലേക്ക് പ്രവേശിച്ചവർക്കായി സ്തോത്രം. ഇനി ഒന്നും കാണിച്ച് എന്നെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐ ആം ഫിൽ. ഹല്ലേലൂയ. അതാ യേശു പറയുന്നത്. അതാ ഇവിടെ ഒന്ന് വേണേ വായിച്ചോ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്റെ അടുക്കൽ വരുന്നവന്, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. വിശക്കത്തുമില്ല, ദാഹിക്കത്തുമില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കായിരുന്നു, കർത്താവ്, ഈ വിശക്കാതെയും ദാഹിക്കാതെ ഇരിക്കണമെങ്കിൽ ഈ കിട്ടിയത് എന്നേക്ക് കിടക്കണ്ടേ? അല്ലേ? ഇനി വിശക്കുകയില്ല ദാഹിക്കുകയില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? ജീസസ്, ഈ കേറിയത് നിന്നിൽ ഇനി ഒരിക്കലും എന്ത് കൊണ്ടുവരത്തില്ല, ഒരസംതൃപ്തി കൊണ്ടുവരത്തില്ല. ഇനി അങ്ങനെ ഒരു കാലം ഇല്ല. ഇനി അങ്ങനെ ഒരു കാലം വരുമെന്ന് ചിന്തിക്ക പോലും വേണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറ, ക്ഷാമത്തിന്റെ ഒരു കാലം വരത്തില്ല. ഇനി അങ്ങനെ ഒരു ടൈം ഇല്ല. അതല്ല ക്രിസ്തീയ ജീവിതം. ഓ, ചേർന്ന് പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. അയ്യോ, ഇന്നതാ ആസ്വദിക്കാൻ തുടങ്ങിക്കേ എന്റെ സോരങ്ങളെ. The real life in Christ, യഥാർത്ഥ ക്രിസ്തുവിലുള്ള ജീവിതം. You will never hungry and you will never thirsty. Oh, hallelujah. That means forever and ever you are filled. You are filled. നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇനി വിശപ്പില്ല. ഓ ഹല്ലേലൂയ. ഈ ഒരു ജീവിതത്തിലേക്ക് എത്ര പേര് കയറിയെന്ന് എനിക്കറിയത്തില്ല. അത് കയറുന്ന എങ്ങനെയാ ഒന്ന് പറഞ്ഞ. അത് കയറുന്ന എങ്ങനെയാ? ഇത് തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞിട്ടാ, യേശുവാണ് എന്റെ ജീവൻ. യേശു എന്റെ ജീവനിൽ വന്ന ജീവനല്ല, എന്റെ ജീവനായ ക്രിസ്തു. കരമടിച്ച് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ. ഓ ഹല്ലേലൂയ. എന്റെ ജീവനായ ക്രിസ്തു. ചേർന്നൊന്ന് പറഞ്ഞു, എന്റെ ജീവനായ ക്രിസ്തു. ഞാൻ അതോടൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കുക. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ഒന്ന് പറഞ്ഞു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയാ, ഹു ഈസ് അവർ ലൈഫ്. നമ്മുടെ ജീവനിൽ ക്രിസ്തു അല്ല. ആദ്യം അങ്ങനെയൊക്കെ ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് വന്നു? യേശുവിൻ്റെ ജീവൻ വന്നു. പിന്നെ എൻ്റെ ജീവനും ഉണ്ട്, ക്രിസ്തുവിൻ്റെ ജീവനുമാണ്. ഞങ്ങളിങ്ങനെ ഒരു ബാലൻസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പോയിക്കൊണ്ടിരിക്കുക. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കമാണ്. എൻ്റെ ജീവനുമുണ്ട്, ക്രിസ്തുവിൻ്റെ ജീവനുമുണ്ട്. എൻ്റെ ജീവനുമുണ്ട്, ക്രിസ്തുവിന്. ഇതും കൂടെ വളരും തോറും ഉണ്ടല്ലോ, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ഹി. ഞാനല്ല, ഞാനില്ല, എന്നിൽ ക്രിസ്തു അത്രേ. ഒന്ന് പറഞ്ഞേ, ഞാനല്ല, ഞാനില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാനല്ല. ഈ ഐ ഉണ്ടല്ലോ, ഈ ഐയുടെ മേളില് ക്രിസ്തുവിന്റെ ആധിപത്യം അങ്ങ് കയറി, ക്രിസ്തു അങ്ങ് ഇതിനെന്ത് ചെയ്യണം? പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് 0 ആവും. ഈ ഐ ഇങ്ങനെ നിൽക്കും, ഞാൻ, ഐ, ഫസ്റ്റ് പേഴ്സൺ. Then when Christ comes, the weight of Christ will make that I became 0. ആദ്യം പറയും, ഞാനുണ്ട്, ഞാൻ പരിശോധന, ഞാൻ ആരാന്നറിയും, എനിക്ക് എന്നാ വെച്ചേ. കുറച്ച് കഴിയും മനസ്സിലായി, ഞാനല്ല, ഞാനില്ല, എന്നിൽ ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. അപ്പൊ യേശു എന്റെ ജീവനിൽ വന്ന ജീവനല്ല, യേശുവാണ് എന്റെ ജീവൻ. Christ who is our life. Christ who is our life shall appear, then shall you also. Christ who is my life. life. Our life. ഒന്ന് പറഞ്ഞേ, യേശു എന്റെ ജീവനായ ക്രിസ്തു. ജീവനായ ക്രിസ്തു. ഒന്ന് പറഞ്ഞേ, വായി തുറന്ന്, എന്റെ ജീവനായ ക്രിസ്തു. ഓ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ I can't separate my life and Jesus's life from me.
എൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ ജീവനെയും എൻ്റെ ജീവനെയും വേർപെടുത്താൻ കഴിയാതെ വണ്ണം ഞാൻ ക്രിസ്തുവിലായി, ക്രിസ്തു എന്നിലായി. അതാ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതിയതായിരിക്കുന്നു. കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്ത് ഇന്ന് തുടങ്ങണം ഈ ജീവിതം സഹോദരങ്ങൾ. തുടങ്ങണം ഈ ജീവിതം, തുടങ്ങണം ഈ ജീവിതം, തുടങ്ങണം ഈ ക്രിസ്തീയ ജീവിതം, തുടങ്ങണം ഈ ക്രിസ്തീയ ജീവിതം. എങ്ങനെയാ ക്രിസ്തീയ ജീവിതം തുടങ്ങി? ഇന്ന് തിരിച്ചറിയണം, യേശു വഴിയാണ്, യേശു സത്യമാണ്. മൂന്നാമത് ചേർന്ന് പറ, യേശുവിൽ ജീവനുണ്ട്, യേശു എൻ്റെ ജീവനാണ്. യേശു എനിക്ക് ജീവൻ തരുന്നു, യേശുവിൻ്റെ ജീവനിൽ ഞാൻ നടക്കും. അപ്പോഴും എനിക്ക് എൻ്റെ ജീവൻ എൻ്റെ ജീവനായി തീർന്ന ക്രിസ്തു. അതൊരു ഹയർ ലെവൽ, അതിലേക്കൊന്ന് പ്രവേശിച്ച എൻ്റെ ജീവനായി. മൈ ഐഡന്റിറ്റി ബിക്കേം ക്രൈസ്റ്റ്. Hallelujah. My personality became Christ. എൻ്റെ വ്യക്തിത്വം യേശുവായി മാറി. ഹല്ലേലൂയ. ഇവിടെയാണ് ആ ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത്. എത്ര പേര് പറയും, എൻ്റെ വ്യക്തിത്വമായി തീർന്ന ക്രിസ്തു, ഞാൻ അറിയാതെ എന്നിലായി തീർന്ന ക്രിസ്തു. ഹല്ലേലൂയ. ഞാനല്ല, ഞാനില്ല, എന്നിൽ ക്രിസ്തു അത്രേ. പ്രിയ പിതാവേ, ഇന്ന് ഈ മഹത്വം come on, let us pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഇത് ഒരു ഫാമിലി ഗാദറിംഗ് പോലെ കണ്ടുകൊണ്ട് ഇന്ന് വാസ്തവമായിട്ടൊന്ന് ആഗ്രഹിച്ചേ. നമ്മുടെ ഉള്ളിലെ എല്ലാ ഈഗോയും ഇന്ന് ഉടയട്ടെ. ആരെയും അംഗീകരിക്കാനും ആരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു മാനസിക ആ പരിതസ്ഥിതി നമ്മിൽ ഉളവാകട്ടെ യേശുവിൻ്റെ നാമത്തില്. സൗരങ്ങളെ, നമ്മെ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. കുവൈറ്റിൽ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ, നിങ്ങൾ വെള്ളിയാഴ്ച തോറും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കുമ്പോൾ കേവലം നിങ്ങൾ ഒരുമിക്കുന്നു എന്ന ഉദ്ദേശം മാറിയിട്ട്, ഹല്ലേലൂയ, ഈ പട്ടണത്തിന്റെ മുഴുവൻ വിളക്കാണി കൂട്ടായ്മ എന്ന ഉറപ്പിലേക്ക് കയറിക്കൊണ്ട് അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാണെന്നുള്ള ഉറപ്പാണ്. ആ ഒരു ധൈര്യം പ്രാപിച്ച്, ആ ഒരു അഭിഷേകത്തെ നിറഞ്ഞ്, ആ ഒരു ദൈവശക്തി നിറഞ്ഞ് ഇന്നൊന്ന് തയ്യാറായിക്കേ. ഇന്ന് ഈ 3 സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1, യേശുവിൽ എനിക്ക് ജീവനുണ്ട്. 2, യേശു തന്റെ ജീവനെ എനിക്ക് തന്നിരിക്കുന്നു. 3, എൻ്റെ ജീവനായി തീർന്ന ക്രിസ്തു. എത്ര പേര് അങ്ങനെ പറയും? എൻ്റെ ജീവനായി തീർന്ന, ഉറക്കെ പറ, എൻ്റെ ജീവനായി തീർന്ന യേശു. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശു എന്നിലേക്ക് വന്ന് എന്നെ പ്രകാശിപ്പിച്ചതിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവനാണ് എൻ്റെ വെളിച്ചം. എല്ലാവരും നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ, യേശുവിൻ്റെ ജീവനാണ് എൻ്റെ വെളിച്ചം. ഞാൻ ഇരുട്ടിൽ നടക്കുകയില്ല, ഞാൻ പരാജയപ്പെടുകയില്ല. കാരണം യേശുവിൻ്റെ ജീവൻ എനിക്ക് അന്ധതയിലാകാൻ കഴിയുകയില്ല, എനിക്ക് ബന്ധനത്തിലാകാൻ കഴിയുകയില്ല. ഞാൻ ജയാളിയാണ്, എല്ലായിടത്തും ജയാളിയാണ്, എല്ലായ്പ്പോഴും ജയാളിയാണ്, പോകുന്ന ഇടത്തെല്ലാം ജയാളിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയാളിയാണ്. എനിക്ക് തന്നിരിക്കുന്ന വിജയത്തിനായിട്ട് നന്ദി. I am victorious. Wherever I go, I will be victorious. I will be victorious. Why? Because the life of Jesus is in me. 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 എൻ്റെ മേൽ യേശുവിൻ്റെ ജീവനുണ്ട്. പറ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മേൽ യേശുവിന്റെ ജീവനുണ്ട്. എൻ്റെ മേൽ യേശുവിന്റെ ജീവനുണ്ട്. എൻ്റെ മേൽ യേശുവാണ് വഴി. ഹല്ലേലൂയ. യേശുവിന്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് ആരാധന. ഓരോ മക്കളുടെ മേലും the life of Christ. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. The miraculous life of Christ. യേശുവിന്റെ ജീവൻ.
ആ യേശുവിന്റെ പറഞ്ഞു പറഞ്ഞു സ്വീകരിച്ചേ. യേശുവാണ് വെളിച്ചം. ഓരോ മക്കളും പറഞ്ഞു പറഞ്ഞു സ്വീകരിച്ചേ. യേശുവിന്റെ ജീവൻ, യേശുവാണ് ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവാണ് വെളിച്ചം, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവനിലാണ് ഞാൻ ജീവിക്കുന്നത്. യേശുവാണ് യേശുവിന്റെ ജീവനിലാണ് ഞാൻ ജീവിക്കുന്നത്. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവനിലാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ യേശുവിന്റെ ജീവനാണ്. യേശുവാണ് ജീവൻ. എൻ്റെ ഉള്ളിൽ യേശുവിന്റെ ജീവനാണ്. യേശുവാണ് ജീവൻ. യേശുവിലാണ് ജീവൻ. യേശുവാണ് വഴി. ഹല്ലേലൂയ. അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, നേസിக்கிறേ உண்மை தானே, நேசிக்கிறே യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ആവർത്തിച്ച്. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനാദിയും. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനാദിയും. കരങ്ങളെ ഉയർത്തി. സ്നേഹിക്കുന്നേ നേസിക്കുന്നേ നേസിക്കുന്നേ യേശയ്യാ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. You can come forward, brother. You can come forward. വേറൊന്നിനാലും ഞാൻ How many years? തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. Today, do you believe that today is the day of miracle? Are you sure? Sure. സ്നേഹിക്കുന്നേ. ഒരു ഭയങ്കര ഉറപ്പോടെ ഇന്നിവിടെ പ്രേരണ വന്നിരിക്കുകയാണ്. ഇന്നൊരു അത്ഭുതം ഇന്ന് വീട്ടിൽ സംഭവിക്കട്ടെ. എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ അവർക്ക് ബാക്കിയില്ല. ഇവർക്ക് ആരോഗ്യമുള്ള തലമുറയുടെ അനുഗ്രഹം ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് കൈകളെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ബ്ലെസ്സിങ് നീ വീട്ടിൽ കൽപ്പിക്കുന്നു. ആ വിജയത്തെ ഈ വീട്ടിൽ കൽപ്പിക്കുന്നു. ആ വിജയത്തെ ഈ വീട്ടിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ വിജയത്തെ. Victory of Jesus. Literally we are seeing wonderful babies are coming out. In the miraculous name of Jesus. In the marvelous name of Jesus. We speak divine healing. Let there be fruitfulness. Amen, Jesus. Amen, Abba. Let there be fruitfulness. Yes,
Let there be fruitfulness. Hallelujah. ഒരാൾ സൗരന്മാർ അർജുനഞ്ഞു വന്നിട്ട് വയലോടൊന്ന് കൈവച്ച്. Speaking divine favor. യേശുവിന്റെ ജീവൻ. Speaking divine favor. യേശുവിലുള്ള ജീവൻ. Barren womb, your time is over. Let her conceive and give wonderful birth for babies in Jesus' name. Hallelujah. I speak divine favor upon this യേശുവിലുള്ള brother. ജീവൻ. യേശുവിന്റെ Let him be a father. Let him be a father in Jesus' name. ഈ മകൻ അപ്പനാവട്ടെ. യേശുവിന്റെ ജീവൻ. ആ കൃപ കൊടുത്തിരിക്കുന്നതിനായിട്ട്, ആ ദയ പകർന്നിരിക്കുന്നതിനായിട്ട്, യേശുവിന്റെ ജീവൻ. ആ വിജയം അയച്ചിരിക്കുന്നതിനായിട്ട്, യേശുവിന്റെ ജീവൻ. യേശുവിന്റെ ജീവൻ കയറിയിരിക്കുന്നത്. ജീവൻ. It's done. Congrats. It's done. Hallelujah. It's done. We are going to hear this testimony. ഈ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവാ. എത്ര പേര് എന്റെ കൂടെ ആമേൻ പറയും? ആമേൻ. 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 വേറെ ആരാ രോഗികളായിട്ട് വന്നുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി? അമ്മയ്ക്ക് എന്നാ പറ്റി? ഇങ്ങോട്ട് വാ. എന്നാ പറ്റി? ബെൽറ്റ് ഇട്ടിരിക്കുക. ഡിസ്കിന് പ്രോബ്ലം. കൈ നീട്ടിക്കുക എല്ലാവരും. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഡിസ്ക് പ്രൊലാപ്സ്ഡ് ആയിട്ട് നിന്റെ മകള് ബെൽറ്റ് കെട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഇരിക്കാൻ പറ്റാതെ ഇവിടുന്ന് ഞെളിവിരി കൊള്ളുക. ഇന്ന് ഇവിടെ വെച്ച് നിന്റെ മകൾ ഹീൽ ആവട്ടെ. ഓ, she is unable to even stand and sit, Lord. As you know, Lord, she is suffering with this. You touch your daughter and set your daughter free now. Together we pray. Together we pray. Together we pray. Together we pray. In the name. Hallelujah. 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 She is receiving that healing. Amen. She is receiving that healing. Hallelujah. Hallelujah. She is receiving that healing. ജിനോ അവിടെ ഇരുന്നിട്ട് ആ നട്ടലിലോട്ട് കൈവച്ചേ. യേശുവിലുള്ള ജീവൻ. നട്ടലിലോട്ട് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. യേശുവിലുള്ള ജീവൻ. യേശുവിന്റെ ജീവൻ അവരുടെ മേൽ പ്രവേശിക്കുക. യേശുവിനുള്ള ജീവൻ അവരുടെ മേൽ പ്രവേശിക്കുക. അത്ഭുതകരമായ ഇടുപ്പിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു. അത്ഭുതകരമായ ഇടുപ്പിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു. ഭയങ്കര ശക്തി ഇറങ്ങി വരുന്നു. ഭയങ്കര ശക്തി ഇറങ്ങി വരുന്നു. Thank you for the victory. യേശുവിന്റെ ജീവൻ പ്രവേശിച്ചു. യേശുവിന്റെ ജീവൻ 1000 പ്രാവശ്യം പറഞ്ഞു നോക്കി. അത്ര ശക്തിയോടെ ലൈഫ് ഓഫ് ജീവൻ. Be healed. എഴുന്നേൽപ്പിച്ചു. സൗഖ്യം നടന്നു കഴിഞ്ഞു. എഴുന്നേൽപ്പിച്ചു. യേശുവിന്റെ ജീവൻ. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന്റെ ആരാധന. ഓ, യേശുവിന്റെ ജീവൻ. യേശുവിന്റെ ജീവൻ. എന്നാ പേര്? യേശുവിനുള്ള ജീവൻ. ഒരു വർഷമായി ഞാൻ ലിസി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഇനി സിസ്റ്റർ എടുത്ത് വന്ന് 40,000 രൂപ കൊടുത്ത് തിരുമിച്ചു. പക്ഷെ കുറഞ്ഞില്ല. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വെയിറ്റ് പ്രയാസമാണ് നടക്കാനൊക്കെ. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നു, എന്നിട്ടൊരു വീട്ടിലും ജോലി ചെയ്യുന്നു. ഒത്തിരി നിൽക്കാനൊന്നും പറ്റാതെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം എന്നെ ഇത്രയും നാളും നടത്തി. പുള്ളിക്കാരി പറഞ്ഞു ഇവിടെ വന്നാൽ മതി എന്ന്. വന്നത് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് യേശുവിനെ ആരാധന. Thank you for the healing, Lord Jesus. പെട്ടെന്ന് ബെൽറ്റ് അടിച്ചു. ഓ, കഴിഞ്ഞ ചരിത്രം കർത്താവ് തീർത്തു കഴിഞ്ഞു. ആ ചരിത്രം കർത്താവ് തീർത്തു കഴിഞ്ഞു. യേശുവിന്റെ നാമം. 3 കാര്യങ്ങൾ എന്റെ കൂടെ ഇപ്പൊ പെട്ടെന്ന് ചെയ്യുക. 3 കാര്യങ്ങൾ എന്റെ കൂടെ പെട്ടെന്ന് ചെയ്യുക. ഒന്ന്, എന്റെ കൂടെ പൊങ്ങിച്ചാടുക. നട്ടലിന് പ്രശ്നമുള്ളവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായത്. വീണ്ടും ചെയ്യുക. യേശുവിന്റെ ജീവൻ. ഫുൾ ബെൻഡ് ചെയ്യുക. ഓ, കരങ്ങളെ ചേർത്തടിച്ചോ യേശുവിൻ. Oh, the powerful healing. She was unable to walk. She was unable to stand. But the power of God touched her and she is healed. She is testifying
and giving thanks to the Lord for the wonderful healing. What a wonderful God we serve. കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഈ യേശുവിന് ആരാധന കൊടുക്കാം. യേശുവേ ആരാധന. നടക്കാനല്ലേ പറ്റാത്തത്, ഇതിനകത്തോട് ഓടിക്കേ, ഇതിനകത്തോട് ഓടിക്കേ. യേശുവിന്റെ വിജയത്തിന്, യേശുവിന്റെ വിജയത്തിന്, യേശുവിന്റെ വിജയത്തിന്, യേശുവിന്റെ വിജയത്തിന്. ഓടി ഓടി വാ, ഓടി ഓടി വാ, ഓടി ഓടി വാ. കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട്. Oh, she was unable to even walk. എന്നാ പറയാനുള്ള യേശുവിനോട്? What do you want to say? നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം കർത്താവിന്. അനേക നാളായിട്ട് വേദന അനുഭവിക്കുന്നതാണ്. ഡോക്ടർമാരെല്ലാം ഓപ്പറേഷൻ ചെയ്യണം, അത് ചെയ്യണം. Doctor suggested surgery. She was unable to pay and she was waiting for the Lord. She had gone through so many treatments but nothing effective. But the Lord, the power of the Lord has set her free. Come on, give him, 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 give him. ജീവൻ പറവൂട്ട. യേശുവിനുള്ള ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിനുള്ള ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. പറ പറ പറ. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. പറ. യേശുവിന്റെ ജീവൻ, ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. അങ്ങയല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു യേശുവേ ആരാധന, യേശുവേ ആരാധന. കരമുയർത്തി പറഞ്ഞു യേശുവേ ആരാധന. എനിക്കൊരു നിയോഗം ലഭിക്കുന്ന ഞാൻ ഒന്ന് പറയട്ടെ. ഈ സമയത്ത് സ്പിരിച്വൽ പാരന്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവം സ്പിരിച്വൽ പാരന്റിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിനാ ഞാനിപ്പോൾ പറയുന്നത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഇത് പറയാൻ നിയോഗമുള്ളതുകൊണ്ട് ഞാൻ പറയും. സ്പിരിച്വൽ പാരന്റിങ് എന്ന് പറയുന്നത് ബീയിങ് എ സ്പിരിച്വൽ ഫാദർ ആൻഡ് ബീയിങ് എ സ്പിരിച്വൽ മദർ ഫോർ മെനി. അതാണ്. അനേകർക്ക് ഒരാത്മീക അപ്പനാവുക, അനേകർക്ക് ഒരാത്മീക അമ്മയാവുക, മാതാവാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക സ്പിരിച്വൽ കവറേജിനകത്ത് ഒരുപാട് പേരെ നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരിക. അതിനു വേണ്ടിയുള്ള ഒരു അനോയിന്റിങ് ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ നാളെ പോയി ഏതോ സഭ തുടങ്ങി ഒന്നുമല്ല പറയുന്നത്. ഏത് പ്രായക്കാർക്കും സ്പിരിച്വൽ പാരന്റിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു നിമിഷം ഒന്ന് സ്തോത്രം. കർത്താവേ, സ്പിരിച്വൽ പാരന്റിങ്ങിന്റെ അഭിഷേകം ഈ സമയത്ത് ഇവിടെ വ്യാപിക്കട്ടെ. ഞങ്ങൾ അതിനുവേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. സ്പിരിച്വൽ പാരന്റിങ്ങിന്റെ അഭിഷേകം ഇന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ജ്വലിക്കട്ടെ. ഇന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ജ്വലിക്കട്ടെ. ഇന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ പാരന്റിങ്ങിന്റെ അഭിഷേകം വ്യാപി. തങ്ങളുടെ കൈകളിൽ അനേക ശിഷ്യന്മാർ, ഞാൻ മനസ്സിലാക്കിയതല്ല എനിക്ക് അവരെ പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന അനേകരെ എഴുന്നേൽപ്പിക്കണമേ. അതിനായിട്ട് നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. അല്ല, ജസ്റ്റ് നിയമം വന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇനി വേറെ ആരെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ട് രോഗികളായിട്ട് വന്നിട്ടുണ്ടോ? ഒന്ന് കൈ ഉയർത്താമോ? ഉണ്ടെങ്കിൽ രോഗികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ലായിരിക്കട്ടെ. നാട്ടിൽ നമ്മള് നിങ്ങളുടെ വീട്ടിൽ നടക്കട്ടെ. മുന്നേ ബൈബിളൊക്കെ താഴെ വെച്ച് എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് വിളിക്കാൻ പോവാ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. നെഞ്ചോട് കൈ ചേർത്ത് വെച്ചു. ഇങ്ങനെ 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 ഒന്ന് വിളിച്ചു പറഞ്ഞു. യേശുവേ,
യേശുവേ, അങ്ങനെയുള്ള ജീവൻ യേശുവിലുള്ള എന്നിൽ പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിലുള്ള ജീവൻ, അങ്ങനെയുള്ള ജീവൻ പറഞ്ഞു യേശുവേ എന്ന് വിളിച്ചോണ്ട് പറഞ്ഞു. ഉറച്ചു പറ യേശുവേ, ചേർന്ന് പറഞ്ഞാട്ടെ. യേശുവേ. യേശുവിലുള്ള ജീവൻ. പറയിപ്പിച്ച മോനെ. എല്ലാരും ചേർന്ന് പറഞ്ഞാട്ടെ. യേശുവിലുള്ള ജീവൻ, യേശുവിലുള്ള യേശുവിലുള്ള ജീവൻ, യേശുവിലുള്ള ജീവൻ. ഞാൻ കൈവെക്കുന്നുണ്ടല്ലോ ബ്രദറെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിലൂടെ കൈവച്ചോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിലൂടെ കൈവച്ചോ. എന്നിട്ട് ഉറച്ചൊറ്റ വിശ്വാസം, കർത്താവേ, ഇന്നൊരു വലിയ മിറക്കിൾ ഇവരുടെ വീട്ടിൽ നടക്കട്ടെ. ഇന്നൊരു വലിയ മിറക്കിൾ ഇവരുടെ വീട്ടിൽ നടക്കട്ടെ. ഇന്നൊരു വലിയ മിറക്കിൾ ഇവരുടെ വീട്ടിൽ നടക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതത്തിലേക്ക് ഈ കുടുംബത്തെ നടത്തുന്നു. യേശുവിലുള്ള ജീവൻ, Miraculous touch. യേശുവിലുള്ള ജീവൻ, Miraculous touch ഉണ്ടാവും. Miraculous touch ഉണ്ടാവും. യേശുവിലുള്ള ജീവൻ, 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 യേശുവിന്റെ ജീവൻ. ഒരു വയറിനോട് കൈവച്ചു പ്രാർത്ഥിച്ചു. യേശുവിന്റെ ജീവൻ, 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 മിറക്കിളിനായിട്ട് നന്ദി. യേശുവിന്റെ ജീവൻ, മിറക്കിളിനായിട്ട് നന്ദി. യേശുവിന്റെ ജീവൻ, മിറക്കിളിനായിട്ട് നന്ദി. യേശുവിന്റെ ജീവൻ, കർത്താവ് അത് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. എല്ലാരും ചേർന്ന് പറഞ്ഞാട്ടെ. എല്ലാരും ചേർന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. ആരും പറയുന്നില്ല. യേശുവിന്റെ ജീവൻ, ആരും പറയുന്നില്ല. യേശുവിന്റെ ജീവൻ, 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 യേശുവിലുള്ള ജീവൻ, യേശുവിന്റെ ജീവൻ. കഴിഞ്ഞു. ഇവർക്കത് ലഭിച്ചു കഴിഞ്ഞതിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി. എത്ര വർഷമായി മോനെ? എത്ര വർഷമായി? 3 വർഷം. ഓ, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രവീൺ, ഓ, ഭയങ്കര മിറക്കിൾ ഇവരുടെ മേൽ നടക്കും. ഭയങ്കര മിറക്കിൾ ഇവരുടെ മേൽ. പ്രവീൺ, ഗ്ലോറിയസ് ടച്ച് ഇറങ്ങട്ടെ. അതിപ്പോ അയക്കുന്നതിനായിട്ട് നന്ദി. ദ നെയിം ഓഫ് ജീസസ് ഞാനത് ഉറപ്പിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞതിനായിട്ട് നന്ദി. സംഭവിച്ചു. ഓ, നാട്ടിലെവിടാ? മാവേലിക്കര. എന്നാ പേര്? ഇന്ന് സ്വീകരിച്ചോ. അത് കർത്താവ് ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് കരമടിച്ചൊന്ന് യേശുവിനാണ്. അത്ഭുതത്തെ കർത്താവ് ചെയ്തതിനാണ് നന്ദി പറഞ്ഞു. ഇപ്പൊ ഒരു മിനിറ്റ് പൊക്ക മോനെ പൊക്ക. ഇപ്പൊ ഇവിടെ ഇരുന്ന് ആരാ? എന്റെ ദൈവമേ, എന്റെ ഈ വലത്തെ കൈയുടെ ഇവിടെ വേദന പറഞ്ഞ ആരാ? ഇപ്പൊ ഇവിടെ ഇരുന്ന് ആരാ പറഞ്ഞു? ആരാതെ സിസ്റ്ററാണ് പറഞ്ഞു. ഓടി ഇവിടെ അതെ. ഓ യേശുവേ, ചുമ്മാ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചേ. വെറുതെ 2 കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. ആ ചവല് താഴെയിട്ടെ. കൈ ഉയർത്തി പിടിച്ചേ. ഇങ്ങോട്ട് എല്ലാവരും നോക്കിക്കോണേ. 17 കൊല്ലം വർഷം ഈ മകൾ കെട്ടപ്പെട്ടവളായി. പക്ഷെ ഇന്ന് ആ കെട്ടുകളെ കർത്താവ് അഴിക്കുന്നു. യേശുവിന്റെ ജീവൻ, എല്ലാവരും ചേർന്ന് the life യേശുവിന്റെ ജീവൻ of Christ. യേശുവിന്റെ ജീവൻ. the life of Christ. ജീവൻ. the life അവസ്മാരത്തിന്റെ ആത്മാവേ. യേശുവിന്റെ ജീവൻ, യേശുവിലുള്ള ജീവൻ. അവസ്മാരത്തിന്റെ ശക്തികൾ പടിയിറങ്ങും. യേശുവിലുള്ള ജീവൻ, യേശുവിലുള്ള ജീവൻ, യേശുവിലുള്ള ജീവൻ, Life of Christ. ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇവര് കർത്താവിനോട് പറഞ്ഞു, എന്റെ കൈ എന്നെ സൗഖ്യമാകാത്ത നേരം കർത്താവ് പറഞ്ഞു, പെട്ടെന്നൊരു മെയിൽ വന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ പേരിൽ. ഞാൻ പിന്നെ അങ്ങ് ഡെലിവറി ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പോസ്റ്റ്മാന്റെ പരിപാടിയാണ്. കത്ത് വരും, നമ്മൾ ഓരോരുത്തർക്ക് പൊട്ടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ജീസസ് mighty name. Hallelujah. Be healed. Hallelujah. 15 വർഷത്തെ അവസ്മാരത്തെ കർത്താവ് പുറത്താക്കും. ഇവരുടെ ഓരോ അസ്ഥികളിലേക്കും യേശുവിന്റെ ശക്തി.
Hallelujah. 17 വർഷം കൊണ്ട് ഈ മകള് അസ്ഥി നിവർക്കത്തില്ല. ഇതിങ്ങനെ കൈ ഇങ്ങനെ നിവർക്കത്തില്ല. നിവർക്കുമ്പം 2 ഘട്ടമായിട്ടാണ് നിവർക്കാൻ പറ്റും. Hallelujah. ഇവരുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? Is there anyone with her? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നവരാ. ഉള്ള സൗഖ്യം എല്ലാം കൊണ്ടുപോകും. ഇത് എന്നെ ഇടപാടാ. ഇത് വേറെ ആർക്കും വേണ്ട. ഇത് ഇനി ചുമ്മാ പറഞ്ഞ Hallelujah. 17 കൊല്ലമായോ ഇത്? Amen. പ്രസവത്തിൽ വന്നതാ. ഓ, ഡെലിവറിക്ക് ശേഷം വന്നതാ. സോ 17 വർഷം. 17 വർഷമായി മരുന്ന്. ഈ അതായത് ഈ കൈ ഇങ്ങനെ നിവർത്തുന്നുണ്ട്. 2 ഘട്ടമായിട്ട് നിവർത്താൻ പറ്റുള്ളൂ അല്ലേ? മുമ്പ് ഇവിടെ വന്നപ്പോ ബ്രദറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഓ, ഇയാള് ഫിസിയോതെറാപ്പിസ്റ്റാ, ആയുർവേദ തെറാപ്പിസ്റ്റാ. ട്രീറ്റ്മെന്റിന് വന്നു. ഈ പുള്ളിക്കാരി അവിടെ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്ന അത് പറ കർത്താവ്. ഇവരുടെ നട്ടലിന്റെ 3 കക്ഷേരുക്കളെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. ഞാനത് കണ്ടു. Praise the Lord. ആമേൻ. Hallelujah. ചുമ്മാ കൈ നിവർത്തേ. ചുമ്മാ നിവർത്തേ. ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ്. ഇങ്ങനെ സ്വസ്ഥയോടെ ചെയ്തിട്ട് എത്ര വർഷമായി? കുറേ വർഷമായി. Hallelujah. കരയിൽ എന്തിനാ കരയുന്നത്? സന്തോഷിച്ചു തുള്ളിച്ചാട്. Hallelujah. യേശുവിന്റെ വിജയത്തിനായിട്ട് നന്ദി പറ. Amen. ഓ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഓ ജീസസ്. Hallelujah. വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് വിളിച്ചു പറഞ്ഞു യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു യേശുവേ സ്തുതി. ഓ കർത്താവേ, ഇന്ന് ഓരോ മക്കളുടെ മേലും ആ വിക്ടറി അയച്ചിരിക്കുന്നുണ്ട്. ഓരോ മക്കളെയും anoint ചെയ്തു. ഓരോ മക്കളെയും ഇന്ന് anoint ചെയ്താട്ടെ. എഴുന്നേറ്റ് വന്നേ. ഞാൻ നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആമേൻ. അതിഭയങ്കരമായ കൃപ ഇന്ന് ഇവളുടെ മേൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതിഭയങ്കരമായ കൃപ ഇന്ന് ഇവളുടെ മേൽ ജ്വലിക്കട്ടെ. ആമേൻ. ശക്തി കൊണ്ട് അഭിഷേകം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശക്തി കൊണ്ട് അഭിഷേകം ചെയ്താട്ടെ. ആമേൻ. ശക്തി കൊണ്ട് അഭിഷേകം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം. ശക്തി കൊണ്ട് അഭിഷേകം ചെയ്താട്ടെ. നിന്റെ നാമത്തിൽ നിന്റെ മക്കൾ ഉറപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി.